എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ജനുവരി 22-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്രട്ടറി റോയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസ് എക്സാമിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഘട്ടങ്ങൾ കഴിയുമ്പോഴും ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് LDC റാങ്ക് ഫെയിൽ, LDPQ ബുക്ക്, ഇത് 2 ആസ്പദമാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ, കറണ്ട് അഫയേഴ്സ് ബുക്ക്, അതുപോലെ തന്നെ SCRT ഫാക്ടർ ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസിലെ 4 പുസ്തകങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ 2 സ്റ്റേജുകളിലും 100-ൽ 90ഓളം ചോദ്യങ്ങളും ടാലന്റിന്റെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും, അതുപോലെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. എന്താണ് കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം? എന്താണ് അത്? കവചം. എന്താണ് കവചം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പൂർണ്ണ രൂപമുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കവചത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് എന്തിന്റെ കവചത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ലോകബാങ്കുമായിട്ട് സഹകരിച്ച് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അതിന് പുറമെ തന്നെ ഇതിന്റെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? സാറാ ജോസഫ്. ആരാണ്? സാറാ ജോസഫ് ആണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സാറാ ജോസഫിനെ പറ്റി പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 പുസ്തകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാതിരിക്കാൻ സാധിക്കില്ല. ഒന്നെന്ന് പറയുന്നത് ബുധിനി എന്ന് പറയുന്നതാണ്. എന്താണ് ബുധിനി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? സാറാ ജോസഫ് ആണ്. നമുക്കറിയാം 2021 എന്ത് പുരസ്കാരം? ഓടക്കുഴൽ പുരസ്കാരം നേടിയ പുസ്തകമാണ് ബുധിനി എന്ന് പറയുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ഇനി അതുപോലെ മറ്റൊരു എന്താണ് നോവലുണ്ട്. അതായത് ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതായത് ഒരുപാട് അവാർഡുകൾ നേടിയ ഒരു പുസ്തകമാണ് ആലാഹയുടെ എന്താണ് പെൺമക്കൾ എന്ന് പറയുന്ന പുസ്തകം. അതായത് 2001 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 2004 വയലാർ അവാർഡ് എന്നിവയ്ക്കൊക്കെ അർഹമായ കൃതിയാണ് എന്തെന്ന് പറയുന്നത്? ആലാഹയുടെ പെൺമക്കൾ. അത് എഴുതിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന സാറാ ജോസഫ് തന്നെയാണ്. ബുധിനി എഴുതിയതും ആര് തന്നെയാണ്? സാറാ ജോസഫ് തന്നെയാണ്. ഇപ്പൊ ഏത് പുസ്തകമാണ് പറഞ്ഞത്? ഒരു എന്താണ് രഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് അഥവാ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ്? അതായത് ശൂന്യ. ഏതാണ്? ശൂന്യാണത്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതായത് സർല ഏവിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ഇപ്പോൾ 2025 നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ഈ ഒരു ടാക്സി പ്രോട്ടോടൈപ്പ് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ആണ് എന്ന് പറയുന്നത് ശൂന്യ. അപ്പോൾ ഇത് ഇപ്പോൾ പുറത്തിറങ്ങില്ല, 2028 കൂടി എന്ത് ചെയ്യുള്ളൂ? പുറത്തിറങ്ങിയുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 3ാമത് നാഷണൽ മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 3ാമത് നാഷണൽ മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? കൊണാർക്ക്. കൊണാർക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷയിലെ കൊണാർക്കിലാണ് എന്ത് മീറ്റിംഗ് നടന്നത്? 3ാമത് നാഷണൽ മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടന്നത്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ മൈനിങ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഖനനം, അതുപോലെ തന്നെ കൽക്കരി എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന എന്താണ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് G. കിഷൻ റെഡ്ഡിയാണ്. ആരാണ്? അപ്പോൾ G. കിഷൻ റെഡ്ഡിയാണ്. ഖനനം അല്ലെങ്കിൽ എന്താണ് ഖനി അതുപോലെ തന്നെ കൽക്കരി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ്? G. കിഷൻ റെഡ്ഡിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ഡോക്യുമെന്റുകളുടെ മാനേജ്മെന്റും വെരിഫിക്കേഷനും കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ബിസിനസ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഡോക്യുമെന്റുകളുടെ മാനേജ്മെന്റും വെരിഫിക്കേഷനും കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? എൻറ്റിറ്റി ലോക്കർ. ഇതാണ് എൻറ്റിറ്റി ലോക്കർ. അപ്പോൾ ഇതിന്റെ പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, മോട്ടോർ സൈക്കിളുകളിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ പിരമിഡ് എന്ന് പറയുന്ന റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ ആർമി ടീം ഏതാണ്? അപ്പോൾ എന്താണ്, നമ്മൾ ഈ പരേഡുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലൊരു കാര്യമാണ്. അപ്പോൾ മോട്ടോർ സൈക്കിളുകളിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ പിരമിഡ് എന്ന് പറയുന്ന റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ ആർമിയുടെ ടീം ഏതാണ്? ഡെയർ ഡെവിൾസ്. ഏതാണ്? ഡെയർ ഡെവിൾസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തേത് CRPFന്റെ. എന്താണ് CRPF എന്ന് പറയുന്നത്? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ് CRPFന്റെ പൂർണ്ണരൂപം. അപ്പോൾ CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നുള്ളതാണ്. അത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുക. അതുപോലെ തന്നെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 2 പേപ്പറുകളായിരിക്കും. അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയം ആയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2025 IPL സീസണിൽ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ നയിക്കുന്നത് ആരാണ്? അപ്പോൾ 2025 IPL സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് IPL ടീമായിട്ടുള്ള എന്താണ് ലക്നൗ സൂപ്പർ ജെയിൻസ് അവരുടെ ക്യാപ്റ്റനെ എന്ത് ചെയ്തിരിക്കുന്നു? പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാണ്? ഋഷഭ് പന്താണ്. ആരാണ്? ഋഷഭ് പന്താണ്. അപ്പോൾ ഋഷഭ് പന്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കണം. അതായത് IPL ഏറ്റവും വില കൂടിയ താരം ആരാണ്? ഋഷഭ് പന്താണ്. 27 കോടി രൂപയ്ക്ക് ആരാണ് ലക്നൗ സൂപ്പർ ജെയിൻസ് വാങ്ങിച്ച കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യമാണ്. എങ്കിലും എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു റിപ്പോർട്ടാണ്. അതായത് 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് വിയറ്റ്നാം ആണ്. ആരാണ്? 2ാം സ്ഥാനത്ത് വിയറ്റ്നാം ആണ്. ഇനി അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് കൊളംബിയ ആണ്. അപ്പോൾ 3ാം സ്ഥാനത്ത് കൊളംബിയ ആണെന്നുള്ള കാര്യം ഓർക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിൽ എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയുടെ സ്ഥാനത്തെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് പ്രകാരം എന്താണ് കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. എത്രയാണ്? ഇന്ത്യ 7ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞു? ബ്രസീലാണെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയുടെ 4% അതായത് 3 ഭാഗവും എന്താണ്? ഈ പറയുന്ന റോബസ്റ്റ, അതുപോലെ തന്നെ അറബിക്ക എന്നീ പറയുന്ന കാപ്പി ഇനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലിസ്മി പാറയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യാസ് ക്യാമറ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലിസ്മി പാറയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ് നോക്കാം. അതായത് വത്തിക്കാൻ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കന്യാസ്ത്രീ. അപ്പോൾ എന്താണ്? വത്തിക്കാൻ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കന്യാസ്ത്രീ ആരാണ്? ലിസ്മി പാറയിൽ. ആരാണ്? ലിസ്മി പാറയിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ്. അതായത് 2025 എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ 2025 എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? SK വസന്തൻ. ആരാണ്? SK വസന്തനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഏത് വർഷത്തെ 2023 എന്ത് പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? SK വസന്തൻ. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനായിരുന്നു. അദ്ദേഹത്തിനാണ് 2025 എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അതായത് സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകൾക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനു പുറമെ തന്നെ ഈ ഒരു ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന്റെ പ്രൈസ് മണി അഥവാ സമ്മാനത്തുക എന്ന് പറയുന്നത് 25,000 രൂപ. എത്രയാണ്? 25,000 രൂപയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 2025 ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ്? 2025 ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റണിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? അപ്പോൾ ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ആണ് പറയുന്നത്. അതിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? വിക്ടർ അക്സൽസൺ. ആരാണ്? വിക്ടർ അക്സൽസൺ ആണ്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് എന്തെന്ന് പറയുന്നത്? വിക്ടർ അക്സൽസൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഡെൻമാർക്ക് താരമാണ്. അപ്പോൾ ഡെൻമാർക്കിന്റെ താരമാണ് ആരെന്ന് പറയുന്നത്? വിക്ടർ അക്സൽസൺ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്ത 2025 ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റണിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. അപ്പോൾ ബാഡ്മിന്റൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? വിക്ടർ അക്സൽസന്റെ പേര് ഓർമ്മ കിട്ടണം. ഇനി
വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ ആൻ സേ യങ്, അത് നമ്മൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പേരാണ്. അപ്പോൾ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആൻ സേ യങ് ആണ്. ആൻ സേ യങ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണ്? ദക്ഷിണ കൊറിയ. അതാണ് ദക്ഷിണ കൊറിയൻ താരമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 നടന്ന കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റ്. നമുക്കറിയാം എവിടെ വെച്ചാണ് നടന്നത്? കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. എവിടെ വെച്ചായിരുന്നു? കൊച്ചിയിൽ വെച്ചായിരുന്നു നടന്നത്. ഈ ഒരു ടൂർണമെന്റിന്റെ എന്താണ് ഇപ്പോൾ 2025 ടൂർണമെന്റിന്റെ എന്താണ് അംബാസഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മിന്നുമണിയാണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ 2025 നടന്ന കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് ആരാണ്? അത് മധ്യപ്രദേശ്. ആരാണ്? മധ്യപ്രദേശാണ് ജേതാക്കളായത്. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? കർണാടകയെ പരാജയപ്പെടുത്തി. ഫൈനലിൽ കർണാടകയെ പരാജയപ്പെടുത്തി. വേദി എവിടെയാണ്? കൊച്ചിയാണ്. ബ്രാൻഡ് അംബാസഡർ ആരാണ്? മിന്നുമണിയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് 2025 ജനുവരിയിൽ അന്തരിച്ച തെലുങ്ക് ചലച്ചിത്ര നടൻ. എന്താണ് 2025 ജനുവരിയിൽ അന്തരിച്ച തെലുങ്ക് ചലച്ചിത്ര നടൻ? അത് വിജയ രംഗരാജു. ആരാണ്? വിജയ രംഗരാജു ആണ്. അദ്ദേഹത്തെ നമുക്കറിയാം. അതായത് വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് റാവുത്തർ എന്ന് പറയുന്ന റോള് വളരെ ഗംഭീരമായിട്ട് ചെയ്ത ആളാണ്. ആരെന്ന് പറയുന്നത്? വിജയ രംഗരാജു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോളിന്റെ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഫേമസ് ആയത്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് രാജ്കുമാർ. എന്താണ്? രാജ്കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI അസിസ്റ്റന്റ്, സെയിൽസ്മാൻ, CPO, വുമൺ CPO, ഫയർമാൻ, പോലീസ് ഡ്രൈവർ തുടങ്ങി ഒരുപാട് എക്സാമിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. എന്താണ് കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം? എന്താണ് പേര്? കവചം. എന്താണ്? കവചം എന്നാണ് പേര്. അതിനുശേഷം നമ്മളൊരു പുസ്തകത്തെ പറ്റി പറഞ്ഞു. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. ഇതാണ് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകം. എഴുതിയത് ആരാണ്? സാറാ ജോസഫ് ആണ്. ഇതിനൊപ്പം 2 പുസ്തകങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ബുധിനി, അതുപോലെ തന്നെ ആലാഖയുടെ പെൺമക്കൾ. ഇതൊക്കെ എഴുതിയത് ആര് തന്നെയാണ്? സാറാ ജോസഫ് തന്നെയാണ്. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചു? എന്താണ് അതിന്റെ പേര്? ശൂന്യ. എന്താണ്? ശൂന്യ എന്നാണ്. അപ്പോൾ ആ ഒരു പേര് കൂടി ഓർക്കുക. ഇനി അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത്. എത്രാമത്തെ? 3ാമത് നാഷണൽ മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി. അപ്പോൾ എത്രാമത്തെയാണ്? 3ാമത് നാഷണൽ മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? കൊണാർക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായത് എൻറ്റിറ്റി ലോക്കർ എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിസിനസ് അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷണൽ ഡോക്യുമെന്റുകളുടെ മാനേജ്മെന്റും വെരിഫിക്കേഷനും കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി ലോക്കർ. ഇനി അതിനുശേഷം ഇന്ത്യൻ ആർമിയുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡെയർ ഡെവിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് മോട്ടോർ സൈക്കിളുകളിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ പിരമിഡ് എന്ന് പറയുന്ന റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ ആർമിയുടെ ടീം ഏതാണ്? അത് ഡെയർ ഡെവിൾസ് ആണ്. അതിനുശേഷം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളായിരുന്നു. അതായത് CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലിനെ പരിചയപ്പെട്ടു. ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. കൃത്യമായിട്ട് ഓർക്കുക. അതിനുശേഷം എന്താണ് IPL ടീമായിട്ടുള്ള ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ പുതിയ ക്യാപ്റ്റനെ പരിചയപ്പെട്ടു. ആരാണ്? ഋഷഭ് പന്താണ്. അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത് അല്ലേ? എന്ത് റിപ്പോർട്ടാണ്? 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ എന്തുൽപാദിപ്പിക്കുന്ന കാപ്പി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണെന്ന് പറഞ്ഞു. 2ാം സ്ഥാനത്ത് വിയറ്റ്നാം ആണെന്ന് പറഞ്ഞു. 3ാം സ്ഥാനത്ത് കൊളംബിയ ആണെന്ന് പറഞ്ഞു. ഇന്ത്യ എത്രാമതാണെന്ന് പറഞ്ഞു? 7ാമതാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? വത്തിക്കാൻ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കന്യാസ്ത്രീയെ പരിചയപ്പെട്ടു. ആരാണ്? ലിസ്മി പാറയിലാണ്. അതിനുശേഷം ഒരു പുരസ്കാരമാണ് പറഞ്ഞത്. അതായത് 2025 എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാണ്? SK വസന്തനാണ്. ഈ വ്യക്തി നമുക്കറിയാം. അതായത് 2023 എന്ത് പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? SK വസന്തനാണ്. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് 2025 നടന്ന ഇന്ത്യ ഓപ്പണിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? വിക്ടർ എക്സൽസൺ ആണെന്ന് പറഞ്ഞു. വനിതാ സിംഗിൾസിൽ ആരാണ് കിരീടം നേടിയത്? ആൻ സേ യങ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2025 നടന്ന കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് മധ്യപ്രദേശാണ്. റണ്ണറപ്പ് കർണാടകയാണ്. വേദി എവിടെയാണ്? കൊച്ചിയാണ്. ഇനി അതുപോലെ തന്നെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു? മിന്നുമണിയായിരുന്നു.
അതിനുശേഷം നമ്മൾ ചർച്ച എന്തായിരുന്നു, ഒരു വിയോഗമായിരുന്നു. അതായത് എന്താണ്, വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ റാവുത്തർ എന്ന് പറയുന്ന റോള് എന്താണ് ഗംഭീരമായിട്ട് അഭിനയിച്ച ആരാണ്, വിജയ് രംഗരാജു എന്ന് പറയുന്ന തെലുങ്ക് ചലച്ചിത്ര നടൻ എന്ത് ചെയ്തു, 2025 ജനുവരിയിൽ അന്തരിച്ചു. അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കളായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നേപ്പാൾ, ബി പെറു, സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഇന്ത്യ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സീതാറാം ഗോയൽ, ഓപ്ഷൻ ബി റാം സ്വരൂപ്, ഓപ്ഷൻ സി അരുൺ ഷൂരി, ഓപ്ഷൻ ഡി യശ്വന്ത് സിൻഹ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 അല്ലെങ്കിൽ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരെന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതിന്റെ ശരി ഉത്തരം ഏതാണ്, ഓപ്ഷൻ ബി ആണ്, കെ അരവിന്ദാക്ഷനാണ് എന്തെന്ന് പറയുന്നത് 2024 അഥവാ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2023 പുരസ്കാരം ആർക്കായിരുന്നു, അത് PN ഗോപികൃഷ്ണനാണ്. ഏതായിരുന്നു പുസ്തകം എന്ന് പറയുന്നത്, കവിത മാംസഭോജിയാണ്. അങ്ങനെയാണെങ്കിൽ 2022 അത് ആർക്കായിരുന്നു, അംബികാസുധൻ മാങ്ങാടിനാണ്. ഏതായിരുന്നു പുസ്തകം, പ്രാണവായു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2021 നമ്മൾ ഇന്ന് ചർച്ച ചെയ്തേ ഉള്ളൂ, ആർക്കാണ്, സാറാ ജോസഫിനാണ്. ഏതാണ് പുസ്തകം, ബുധിനി. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 നടക്കുന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ സുനിൽ ഗവാസ്കർ, ബി രാഹുൽ ദ്രാവിഡ്, സി MS ധോണി, ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ ശരി ഉത്തരം ഏതാണ്, സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഈ ഒരു ലീഗിന്റെ എന്താണ് കമ്മീഷണറാണ് ആരെന്ന് പറയുന്നത്, സുനിൽ ഗവാസ്കർ. അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ജനുവരി 22 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.